എന്തെല്ലാം തരം തട്ടിപ്പുകളാണ് ജോലിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം എനിക്കൊരാളുടെ ഒരു മെസ്സേജ് വന്നു. വളരെ ക്ലിയർ ആയിട്ടുള്ള 2 ഡോക്യുമെന്റ്. അതിന്റെ കൂടെ സാർ ഇതൊന്ന് ജെന്യൂൻ ആണ് എന്ന് ചെക്ക് ചെയ്യണം എന്നുള്ളത്. അദ്ദേഹത്തിന് ഒരു ഇന്റർവ്യൂ ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ അബുദാബിയിലുള്ള ഒരു വലിയ കമ്പനിയുടെ പേരിൽ നടന്ന തട്ടിപ്പാണ്. അതിനകത്ത് 2 ഡോക്യുമെന്റ് ആണ്. ഒരു ഡോക്യുമെന്റ് MOHRE, അതായത് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്, അതായത് ദുബായിലെ അല്ലെങ്കിൽ UAE-യിലുള്ള ഗവൺമെന്റിന്റെ ഓഫർ ലെറ്റർ ആണെന്ന് പറഞ്ഞിട്ടുള്ള അതേ ഫോർമാറ്റിലുള്ള ഓഫർ ലെറ്റർ. അതിന്റെ ലോഗോ, ഗവൺമെന്റിന്റെ ലോഗോ ഉണ്ട്, പിന്നെ QR കോഡ് ഉണ്ട്. ഈ QR കോഡ് എന്തിനാന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ QR കോഡ് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ അത് MOHRE-യുടെ സൈറ്റിൽ പോയിട്ട് ഇദ്ദേഹം ഗവൺമെന്റുമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു എംപ്ലോയറുമായിട്ടുള്ള ഈ ഒരു എഗ്രിമെന്റ് അല്ലെങ്കിൽ ഈ ഓഫർ ലെറ്റർ കൺഫേം ആണെന്ന് ആ സൈറ്റിലേക്ക് പോകുന്ന രീതിയിലുള്ള ഈ QR കോഡാണ് സാധാരണ വരേണ്ടത്. പക്ഷേ ഈ QR കോഡ് ചെക്ക് ചെയ്തപ്പോൾ ഇതേ ഡോക്യുമെന്റിലേക്കാണ് വീണ്ടും പോകുന്നത്. അപ്പോൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിൻ്റെതാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു തട്ടിപ്പാണ് നടക്കുന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞത് നിങ്ങൾ നോക്കിയിട്ട് ജെന്യൂൻ ആണോ എന്ന് പറയണമെന്നാണ്. രണ്ടാമത്തെ അതിന്റെ കമ്പനിയുടെ ഒരു ഓഫർ ലെറ്റർ, ഈ കമ്പനിയുടെ നല്ലൊരു പേര്, ഒരു ലോഗോ, അതൊക്കെ ഉണ്ട്. വളരെ അതിൽ പറഞ്ഞിരിക്കുന്നത് ബേസിക് സാലറി 12,000 ദിറംസ്, ട്രാൻസ്പോർട്ടേഷൻ ഫുൾ ഫ്രീ, എയർ ടിക്കറ്റ് ഫ്രീ, താമസം ഫ്രീ, അലവൻസ് ഫ്രീ, ഹാർഡ്ഷിപ്പ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു അലവൻസും പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഇതും ഫ്രീ. അങ്ങനെ എല്ലാം ഫ്രീ ആണ്. 12,000 ശമ്പളം നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ ആ കമ്പനിയുടെ വെബ്സൈറ്റിൽ പോയപ്പോൾ അങ്ങനെ ഒരു വെബ്സൈറ്റ് ഇല്ല. രണ്ടാമത്തെ ആ കമ്പനിയുടെ അതിൽ പറഞ്ഞിരിക്കുന്ന നമ്പർ, മൊബൈൽ നമ്പർ, ഒരിക്കലും തന്നെ കമ്പനികൾ നോർമൽ കേസിൽ മൊബൈൽ നമ്പർ കൊടുക്കില്ല. ആ മൊബൈൽ നമ്പർ നോക്കിയപ്പോൾ ആ നമ്പർ ഓഫാണ്. അപ്പോൾ ഇത് തട്ടിപ്പാണ് എന്ന് ഉറപ്പുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ കാശ് എന്തെങ്കിലും ചോദിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു 20,000 രൂപ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് മെഡിക്കലിന് വേണ്ടിയിട്ട് എന്നുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മെഡിക്കൽ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നമ്മളൊരാൾ ജോലിക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ എത്തി വിസ പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് മെഡിക്കൽ എടുക്കുന്നത്. ഒന്ന്. രണ്ടാമത്തത്, ഇത്തരത്തിൽ ആരെങ്കിലും നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യാതെ, നിങ്ങളെ നേരിൽ കാണാതെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ വഴിയെങ്കിലും കമ്പനി ഇന്റർവ്യൂ ചെയ്യാതെ നിങ്ങൾക്ക് ഇങ്ങനെ ജോലി കിട്ടില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുക. 12,000 രൂപയാണ് നിങ്ങളുടെ ടോട്ടൽ സാലറി എങ്കിൽ ഒരു കമ്പനിയും 12,000 ബേസിക് ആയിട്ട് കൊടുക്കില്ല. അതിന്റെ 30%, 40% അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ബേസിക് സാലറി, പിന്നെ അലവൻസ്, അങ്ങനെ എങ്ങനെയാണ് വരിക. മൂന്നാമത്തത്, അറ്റ്ലീസ്റ്റ് നിങ്ങൾ അതിൽ പറയുന്ന ഒരു വെബ്സൈറ്റിൽ പോയി നോക്കാനെങ്കിലും ഉള്ളൊരു ചെറിയൊരു കോമൺ സെൻസ് കാണിക്കുക. അതുമല്ലെങ്കിൽ അതിൽ പറഞ്ഞ കോൺടാക്ട് നമ്പറിൽ ഒന്ന് വിളിച്ച് ചോദിക്കുക. ഇദ്ദേഹം ചെയ്തത് വളരെ ശരിയാണ്, എൻ്റെ അടുത്തേക്ക് അറിയിച്ചു, ഞാനത് ചെക്ക് ചെയ്തു, അത് ജെന്യൂൻ അല്ല എന്ന് തെളിഞ്ഞു, ഫേക്ക് ആണെന്ന് മനസ്സിലായി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഇത് മുമ്പോട്ട് പോകരുത്, കാശ് കൊടുക്കരുത് എന്നുള്ളത്. അദ്ദേഹം താങ്ക് യു സാർ എന്ന് പറഞ്ഞിട്ട് അവിടെ എന്ത് ചെയ്തു, അത് ക്ലോസ് ചെയ്തു. ഇങ്ങനെ നിരവധി സാധാരണക്കാർ, പാവങ്ങൾ പറ്റിക്കപ്പെടുകയാണ്. നിങ്ങളോട് 10,000-ഓ 20,000-ഓ ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകൾക്ക് ഇവർ ലെറ്റർ കൊടുക്കും. അതിൽ നിന്നും ഒരു 10-ഓ 100-ഓ ആൾക്കാർ കാശ് കൊടുക്കും. കാശ് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പാണ് ഇതൊരു ജോലി ഇല്ലാത്ത കമ്പനിയുടെ പേരിലുള്ള, ഇതിന് ഗവൺമെന്റിന്റെ അപ്രൂവൽ ഇല്ലാത്ത ഓഫർ ലെറ്റർ അവർ അടിച്ചിറക്കിയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ലെങ്കിൽ എന്താണ് ചെയ്യുക? ഇങ്ങനെ ഈ അൽവഫ ഗ്രൂപ്പിന്റെ പേരിൽ തന്നെ കഴിഞ്ഞ ആഴ്ച ഇപ്പോഴും ഒരു ഇന്റർവ്യൂ നടക്കുന്നതായിട്ട് നമ്മൾ അറിഞ്ഞു. ഒരു പക്ഷേ നിങ്ങളിത് പ്രതീക്ഷയോടെയാണ് പോകുന്നത്. ഓരോരാളും നാട്ടിൽ നിന്ന് വരുന്നവർ, നാട്ടിൽ നമുക്ക് വരുന്ന ഓരോ കോളും ഓരോ മെസ്സേജും കാണുമ്പോൾ അറിയാം അത്രയധികം വിഷമത്തിലാണ് ആൾക്കാർ ജോലി തേടി വരുന്നത്. അവരെ ചൂഷണം ചെയ്യാനാണ് ഇവർ ശ്രമിക്കുന്നത്. കിടപ്പാടം വിറ്റിട്ടും അതേപോലെ പണയം വെച്ചിട്ടും ഒക്കെ ഇങ്ങനെ വരുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ജോലി ഇല്ലെങ്കിൽ വീട്ടിൽ സുഖമായി അറ്റ്ലീസ്റ്റ് അവിടെ താമസിക്കാം. ഇവിടെ വന്ന് ജോലി എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് നിങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ ഇവിടെ താമസിക്കാൻ സ്ഥലം ഉണ്ടാവില്ല, ഇവിടെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ കാശുണ്ടാവില്ല, ഈ പറഞ്ഞ ജോബൊന്നും ഇവിടെ ഉണ്ടാവില്ല, നിങ്ങൾ പറ്റിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഒരിക്കലും തന്നെ ഇങ്ങനെയുള്ള ഓഫറുകളിൽ നിങ്ങൾ ഇനിയും വീഴരുത്. ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആരുടെങ്കിലും, നിങ്ങൾ അബുദാബിയിലുള്ള ആൾ ഇതുപോലെ ഏതെങ്കിലും ഓഫർ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ആരുടെങ്കിലും ഒന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ഒരു കമ്പനി ഉണ്ടോ എന്ന് നോക്കാൻ എങ്കിലും നിങ്ങളൊന്ന് ക്ഷമ കാണിക്കുക. അങ്ങനെയെങ്കിലും നിങ്ങളൊരു കുറച്ചെങ്കിലും കാണിച്ചാൽ ഒരുപാട് ദൂരത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ജോലി കിട്ടും. അത് ഇന്നല്ലെങ്കിൽ നാളെ. നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിന് കഴിവുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിന് വേണ്ടി ശ്രമിക്കാൻ പറ്റുമെങ്കിൽ ജോലി കിട്ടും. ഇന്നല്ലെങ്കിൽ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് മാർക്കറ്റിലുണ്ട്. അതിനെ കണ്ടെത്താനും കണക്ട് ചെയ്യാനുള്ള ഒരു സാവകാശം മാത്രമേ വേണ്ടുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ ഇങ്ങനെയുള്ള ചതിക്കുഴിയിൽ പെടരുത്. എല്ലാവർക്കും നല്ല ജോലി കിട്ടട്ടെ, നല്ല ഭാവി ആശംസിക്കുന്നു. മുനീർ അൽവഫ, വിക്രം.